ഞാൻ ഉമ്മ കൊടുക്കട്ടെ? സോറി, ഞാൻ അറിയാതെ ഞാൻ കണ്ടില്ലായിരുന്നോ. സാരമില്ല പോട്ടെ. ഒരുപാട് വേദനിച്ചോ? ഇല്ല. അമ്മോ, ആഹാരം കഴിക്കാൻ വാ. അമ്മേ വരുന്നു. നീ പോവുകയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറ്റി? ഞാൻ ഇവിടെ നിന്ന അമ്മ ഇങ്ങോട്ട് വന്ന് വിളിച്ചോണ്ട് പോകും. നീ എന്റെ കൂടെ വാ. ഞാനിവിടെ വന്ന കാര്യം ഇപ്പൊ ആർക്കും അറിയില്ലല്ലോ. ഓ ആണല്ലേ, ഞാനതൊന്നും ചിന്തിച്ചില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ തന്നെ നിൽക്കോ? ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നീ പോയിക്കോ. ഞാൻ ഏത് വഴി കൂടെയാണ് വരേണ്ട ആ വഴി കൂടെ വരാം. ലവ് യു. എന്തായാലും മനസ്സിൽ കുറച്ച് അഹങ്കാരവും കളിയാക്കലും കൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് തോന്നുന്നു അല്ലേ? സത്യം പറയുകയാണെങ്കിൽ ഇല്ല. പക്ഷെ ഇവിടെ വന്ന് നിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കാണുമ്പോ തന്നെ ചിരി വന്നു പോവാ. എനിക്കിപ്പോ ചിരി വരുന്നൊരവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നതെന്നൊന്നും എനിക്കറിയില്ല. നീ നല്ലവളായിരുന്നെങ്കിൽ നീ എന്തിനാ വെറുതെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ ചിലപ്പോൾ ചോദിച്ചേനെ. പക്ഷെ അതിന് നീ നല്ലവളല്ല. നിന്നെ ഒരിക്കലും നല്ലവരുടെ കൂടെ കമ്പയർ ചെയ്യാനും പറ്റില്ല. ഒന്നും മിണ്ടാതിരിക്കാമോ? നിങ്ങളോട് ഇവിടെ ആരും എന്നെ കമ്പയർ ചെയ്യാൻ പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ട് ആരെയും വിളിച്ചതുമില്ല. ഞാൻ കുറച്ച് സമയം ഈ റൂമിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. എന്താ നിങ്ങളുടെ പ്രശ്നം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ നിന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നീ വിചാരിച്ച പോലെ തന്നെ വിക്കിയും ആരതിയും വെവ്വേറെ ആയല്ലോ. പിന്നെന്തിനാ ഈ നിരാശ? ശ്രീധർ പ്ലീസ്, അവര് വേർപിരിഞ്ഞിരിക്കുവാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന കാര്യമല്ലേ. പക്ഷെ സിറ്റുവേഷൻ അങ്ങനെ ഒന്നുമല്ല. ഇന്ന് വിക്കിയെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം? നമ്മളെന്ന് പറഞ്ഞ് നീ എന്നെ ചേർക്കൊന്നും വേണ്ട. അവൻ അവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാളും സന്തോഷമുള്ള വ്യക്തി വേറെ ഉണ്ടാവില്ല.
വരണ്ട വഴിയിൽ വന്നോളാന്ന് പറഞ്ഞിട്ട് ഇത്ര നേരോ? നല്ല കാര്യം, ഏട്ടത്തി ചിരിക്കുന്നുണ്ടല്ലോ. ഹലോ, എന്റെ അനിയത്തി ഇങ്ങനെ നോക്കുന്നതൊന്ന് അവസാനിപ്പിക്കൂ. അവളും നിന്റെ ചേട്ടനും പരസ്പരം സ്നേഹം തുറന്ന് പറയുന്നത് നടക്കാത്ത കാര്യം. നിന്റെ മക്കൾ നിന്റെ വാക്ക് കേൾക്കാതെ വന്നപ്പോ നിനക്ക് വേദന ഉണ്ടായല്ലേ? വിക്കിയുടെയും ആരതിയുടെയും വിഷയം മാത്രമല്ല, വേദാന്തു ഇപ്പൊ പഴയതുപോലെ ഒന്നുമില്ല, ഒത്തിരി മാറിയിട്ടുണ്ട്. ആദ്യ സമയത്തൊക്കെ ബിസിനസ്സിലും ശ്രദ്ധിച്ച് അവന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നവനായിരുന്നു. പക്ഷെ ഇപ്പോ വീട്ടിനകത്തുള്ള കാര്യങ്ങളിലും അവൻ തലയിടുന്നുണ്ട്. അതും പോട്ടെ, സഹിക്കാം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലൊരു മാറ്റമല്ല വേദാന്തിനുള്ളത്. അങ്ങനെ നീ എന്താണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? പണ്ട് കാലത്ത് അവന് പെണ്ണെന്ന് കേൾക്കുന്നത് തന്നെ വെറുപ്പായിരുന്നു. ഈയിടെയായിട്ട് അവന്റെ ആ സ്വഭാവം മാറിയിട്ടുണ്ട്. ഇപ്പൊ അവന് പെൺകുട്ടികളോട് യാതൊരു വെറുപ്പുമില്ല. ഹീസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. അങ്ങനെയാണോ? വേദാന്ത് പെൺകുട്ടികളുടെ കാര്യത്തിൽ സോഫ്റ്റ് ആയിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അവനെ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട്. വിശേഷ ദിവസത്തിന്റെ പേരും പറഞ്ഞ് ഓഫീസിന് ലീവ് കൊടുത്തിരിക്കെ. അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്തിട്ടുള്ളവനല്ല. അവന്റെ ലൈഫില് ഞാൻ അറിയാത്ത എന്തൊക്കെയോ ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഐ നീഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ആർ. ഇതാണ് പറയുന്നത്, നീ ഒരു വിചിത്രമായിട്ടുള്ള സ്ത്രീയാണെന്ന്. ആദ്യം വേദാന്തിന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലായിരുന്നു. അവനെ എങ്ങനെ വിവാഹം കഴിപ്പിക്കുന്ന ചിന്തയായിരുന്നു നിനക്ക്. ഇപ്പൊ ഇത് നോക്കിയേ, അതേ പ്രശ്നത്തെ പറ്റി തന്നെയാണല്ലോ ഇപ്പോഴും സംസാരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നിന്റെ ഉദ്ദേശം എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. എന്റെ നിഴലിനെ പോലും ഞാൻ വിശ്വസിക്കുന്നില്ല, പിന്നാണോ നിങ്ങളെ വിശ്വസിക്കുന്നത്? ഒരിക്കലും നടക്കില്ല. നോക്ക്, ഇനി ആവശ്യമില്ലാതെ എന്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പോയിക്കേ. അങ്ങനെയല്ല സുഹാസിനി. ഒന്ന് പോയി തരാൻ ഞാൻ പറഞ്ഞില്ലേ? ദൈവമേ, എത്ര വലിയ കാര്യങ്ങൾ സംഭവിച്ചാലും അതിനെല്ലാം ഒരു പരിഹാരമുണ്ടല്ലോ. പക്ഷെ ഇവിടെ കാര്യത്തിൽ അതുപോലും ഇല്ലല്ലോ. ദയവ് ചെയ്ത് വേദാന്തിന്റെ ജീവിതത്തിലെങ്കിലും ഇവള് കടുംപിടുത്തം പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. അമൂല്യ, നമുക്കൊരു സ്ഥലം വരെ പോവാം, വാ. ഇല്ല വേദാന്ത്, എനിക്ക് നല്ല തലവേദനിക്കുന്നു, ജലദോഷമുണ്ട്. എന്താ അമൂല്യ, നിനക്ക് എന്ത് പറ്റി? ഈസ് എവരിതിങ് ഓക്കെ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ? കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോഴേക്കും ശരിയായിക്കോളും. ഇതിനും എന്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ട്. എന്ത്? ഇതിലെന്താ ഇത്ര സ്പെഷ്യൽ ഉള്ളത്? ഇതിൽ ഔഷധകരമായ കർപ്പൂരവും നീൽഗിരിയും തൈമോളും പോലെയുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇത് പുറത്തേക്ക് കുളിർമ തോന്നിച്ച് അകത്തുള്ള എല്ലാ വേദനയും മാറ്റിക്കളയുന്നു. കിടക്ക്, ഞാൻ തേച്ചു തരാം.
നീ ഇപ്പൊ റിലാക്സ് ചെയ്യ്, എല്ലാം ശരിയാവും. മംഗളാരതിക്ക് സമയമായി. അമ്മോ തുടങ്ങാലോ അല്ലേ മോളെ? നിന്നെ കണ്ട ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ വേദാന്തം വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും നേരമായിട്ടും വന്നില്ലല്ലോ. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും അല്ലേ? മുത്തശ്ശി, നിങ്ങൾ നോർമൽ ആയിട്ടാണ് പറഞ്ഞെങ്കിലും ഡൗട്ടിലുള്ള ഞങ്ങളെ പോലുള്ളവർക്ക് വേറെ രീതിയിലായിരിക്കും മനസ്സിലാവുന്നത്. ഡൗട്ടേ ഇല്ലാത്തവർക്ക് തനിയെ ഡൗട്ടും വരും. ആണോ അമ്മു? വേദാന്ത് വരുമെന്ന് നിന്നെ അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നോ? ആ, ഞാൻ വന്നു. അത് ട്രാഫിക് വല്ലാതെ ബ്ലോക്ക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. സാരമില്ല മോനെ, ലേറ്റ് ഒന്നും ആയിട്ടില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ വന്നിരിക്കുന്നേ. ഇനിയിപ്പോ നമുക്ക് പൂജയൊക്കെ തുടങ്ങാം. ആക്ച്വലി ഞാൻ ഇതുപോലെ തന്നെ അകത്ത് കയറാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അമ്മാവ കറക്റ്റ് കൈയോടെ പൊക്കി. വലിയ കില്ലാടിയവൻ, കള്ള ചെറുക്കൻ. എല്ലാവരും വന്നു കഴിഞ്ഞു, എന്നാ നമുക്ക് തുടങ്ങിയാലോ? അതിഥി എവിടെ? അവൾ എന്നാ വീട്ടിലുണ്ടായിട്ടുള്ളത്? ഫ്രണ്ട്സിന്റെ വീട്ടിൽ ബൊമ്മ വെച്ചിരിക്കുകയാണ്. അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട മോളെ, എല്ലാരും വീട്ടിലേക്ക് വന്നിരിക്കുക, ഇവിടെ ഒരു ചടങ്ങ് നടക്കല്ലേ. അവളെവിടെ കേൾക്കാനാ? പോയിട്ട് ഇതുവരെയും വന്നിട്ടുമില്ല. അവള് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അവൾ എപ്പോ വരാനാ? അവരുടെ വീട്ടിൽ നിന്ന് വല്ലതും ഭക്ഷണവും കഴിച്ച് അവിടെ തന്നെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്നുണ്ടാവുള്ളു. അവൾക്ക് വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യണ്ട, നമുക്ക് ചടങ്ങ് തുടങ്ങാം. അതല്ലേ അമ്മ ശരി? അതെ അതെ, പൂജ തുടങ്ങാൻ ഇനി താമസിക്കണ്ട. വേഗം തുടങ്ങാൻ നോക്കോളൂ. ഇവിടെ നോക്ക്, എല്ലാരും ഭക്തിയോടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കൂ. ലക്ഷ്മി ദിവസമായ ഇന്ന് ചാമുണ്ടേശ്വരി നമ്മളെ അനുഗ്രഹിക്കും. ആരതി എടുക്കൂ.